ഈ പ്രാവശ്യത്തെ ബനാറസി കളക്ഷൻസിലുള്ള ഒരു ഡിഫറെൻറ്റ് സാരി ആട്ടോ. വീവിന് പ്രത്യേകതയുണ്ട്, കോൺസെപ്റ്റിന് വ്യത്യാസമുണ്ട്. അതൊക്കെയാണ് ഈ ബനാറസി സാരിയുടെ ഡിഫറൻസ്. എനിക്ക് ഈ ബനാറസി ഒരു വീക്ക്നെസ് ആട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഈ സാരി നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ പറയായിരുന്നു ചേച്ചിക്ക് ഇത് എത്രാമത്തെ ബനാറസി സാരിയാണ്. പക്ഷെ ഇതിൻ്റെ ഒരു എലഗൻസും ഒതുക്കും നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. അനു ക്ഷീണിച്ചോ എന്ന് ചോദിച്ചാൽ ആർക്കാണെങ്കിലും ഒരു സന്തോഷം വരും അല്ലേ. അപ്പം അത് അങ്ങനത്തെ ഒരു സാരിയാണ് ആക്ച്വലി ഇതിപ്പോൾ ബ്ലൗസ് പീസ് എടുത്ത് വെച്ചിരിക്കുന്ന കാരണമാട്ടോ ഇങ്ങനെ ഒതുക്കി പിടിച്ചിരിക്കുന്നത്. പിന്നെ മറ്റേ മുന്താണി ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. ഓൾ ഓവർ വീവ് വിത്ത് ടൈ ആൻഡ് ഡൈ, അതായത് ബന്ദേജ് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്ത്. നോർമലി നമുക്ക് ചെക്സ് വീവിൻ്റെ അകത്തൊക്കെയാണ് കണ്ടിരിക്കുന്നത്, പക്ഷെ ഇത് ഒരു അൺഈവൻ വീവാണ് വന്നിരിക്കുന്നത്. അതിൽ ടൈ ആൻഡ് ഡൈയും കൂടെ വന്നിരിക്കുന്നതാണ് സാരിയുടെ ഭംഗി. നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ്, ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ നോർമലി ഈ ബനാറസി വീവിലുള്ള സാരീസ് വരുമ്പം ബനാറസി വീവല്ല ബന്ദേജിൽ വരുന്ന സാരീസ് വരുമ്പോൾ ഫുള്ളായിട്ട് അയൺ ചെയ്താൽ അതിൻ്റെ ആ ലുക്ക് മാറും. അപ്പം എപ്പോഴും ഫുൾ അയണിങ് വേണ്ട. അതായത് നമുക്ക് ഈ പല്ലോൻ്റെ ഭാഗം, ചെസ്റ്റ് അപ്പ് വരുന്ന ഭാഗം തൊട്ട് പല്ലോ വരുന്ന ഭാഗം, അതായത് ആ ഒരു 2.5 മീറ്റേഴ്സ് അത് അയൺ ചെയ്യാതെ ബാക്കിയുള്ള ഏരിയ നമ്മൾ സ്റ്റീം പ്രസ് ചെയ്യുവാണെങ്കിൽ സാരിയുടെ ലെങ്ത് ആൻഡ് വിഡ്ത്ത് എല്ലാം ഭംഗിയായിട്ട് കിട്ടും. റേഞ്ച് ഉണ്ട് സാരിക്ക്. സാരി ഒരു 24,000 റേഞ്ചിന് താഴെ നിൽക്കുന്ന സാരിയാണ്. പക്ഷെ നല്ലൊരു ബ്യൂട്ടിഫുൾ പീസ്. നമ്മളൊരു നല്ലൊരു വെഡ്ഡിങ്ങിനൊക്കെ ഉടുത്ത് നിന്നാൽ നല്ലൊരു പ്രീമിയം സാരിയുടെ ലുക്ക് ആൻഡ് ഫീലാണ് ഇതിനെ കിട്ടുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. 2 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരെണ്ണം ഈ നല്ലൊരു ബ്ലൂ ട്ടോ, ഇത് ബ്ലൂ എന്ന് പറയുമോ പീകോക്ക് ഷെയ്ഡ് എന്ന് പറയുമോ, നല്ലൊരു ഷെയ്ഡ്. അതിലേക്ക് ആ യെല്ലോയും ആ ജെറിയുടെ ത്രെഡും കൂടെ വന്നിരിക്കുന്നതാണ് ഇതിൻ്റെ ഭംഗി. അടുത്തത് വരുന്ന ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ഫോട്ടോസിലൂടെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക്